ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത ട്രക്ക് നിർത്തിയിരുന്ന സ്ഥലമാണിത്. ഇവരുടെ കൂടെയാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പം ഇതൊക്കെ ഓരോരോ ട്രക്കുകളാട്ടോ. ഇവിടെ ടയർ മാറ്റാൻ വരുന്നതും പഞ്ചറൊട്ടിക്കാൻ വരുന്നതും കാറ്റടിക്കാൻ വരുന്നതൊക്കെ ഓരോ ട്രക്കുകൾ. അങ്ങനെ എൻ്റെ വരെ കുറേ ട്രക്ക് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ. ഈ ഒരു വണ്ടിയും അതേപോലെ ഈ ഐസിൻ്റെ വണ്ടിയും പിന്നെ ബാക്കിലത്തെ ഡീസലിൻ്റെ വണ്ടിയും പിന്നെ അതിൻ്റെ ബാക്കിലുള്ള അവരുടെ ചെറിയ വണ്ടിയും. അപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റ്സും ഒക്കെ ഇതിനകത്തുണ്ടാവും. നമ്മൾ ഇന്നലെ കിടന്ന ഇവിടെയാണ്. ഇതിനുള്ളിൽ നമ്മൾ ഇന്നലെ കിടന്നത്. അപ്പോൾ ബാഗ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ഇന്ന് എനിക്ക് കവർ ചെയ്യാനുള്ളത് ഏകദേശം ഒരു 40 കിലോമീറ്ററിൻ്റെ അടുത്താണ് പെട്രോൾ പമ്പിലേക്കുള്ളത്. നമ്മളിപ്പോൾ ഇറങ്ങിയാലേ നമുക്ക് രാത്രിക്കുള്ള ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ. നല്ല വെയിലുണ്ട്. എനിക്കൊരു കുട നിർബന്ധമായിട്ട് വാങ്ങേണ്ടതുണ്ട്. കാരണം ഞാൻ ഈ ഓപ്പോസിറ്റ് സൈഡിൽ പോകുന്നതുകൊണ്ട് കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുട എടുക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ കുടയില്ലാതെ കാര്യം നടക്കില്ല. അപ്പോൾ കുട എന്തായാലും നമുക്ക് വാങ്ങണം. പോകുന്ന വഴിക്ക് നമുക്കൊരു കുട വാങ്ങാം. അടുത്ത പമ്പിലെത്തുമ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യുമ്പം ഒരു കുട നമുക്ക് അവിടെ നിന്ന് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാം. ബാക്കി എല്ലാവരും ഉറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബായ് പറയാൻ അവരോട് നിൽക്കാത്തത്. അവർ എല്ലാവരും ഉറങ്ങുക. അവർ 2-3 പണിയിലൊക്കെയാണ്. അപ്പോൾ അതാണ്, നോക്കട്ടെ ഞാൻ. ഗായ്സ്, നമ്മുടെ യാത്ര അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നല്ല ചൂടുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിൽ ചായ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ചൂടുണ്ട്. ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ചൂടായിരുന്നു വെയിലിന്. ഇപ്പോൾ സമയം 9:45 ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ടൗണിലെത്തുമ്പോൾ നമുക്കൊരു കുട വാങ്ങാം അവിടെ നിന്ന് ചെറിയ. അപ്പോൾ നമുക്ക് വലിയ ഉപകാരമാവും. ഞാൻ ഈ അപ്പർ സൈഡിൽ നടന്നു പോകുമ്പോഴേ ഈ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കുട വാങ്ങാത്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു കുട മേടിച്ച് കൈ പിടിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് വേണം അത്യാവശ്യം നടക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് നടക്കാം. പിന്നെ ഒരു ഡയറക്റ്റ് വെയിലടിക്കണ്ടല്ലോ. എൻ്റെ ഫോണിലും ചാർജ് കുറവാ, പവർ ബാങ്കിലും ചാർജ് കുറവാ. ഇന്നലെ ഞാൻ ക്യാമറയിലും ചാർജ് കുറവാ. എൻ്റെ 3 ഡിവൈസിലും ചാർജ് കുറവാ, പവർ ബാങ്കിലും ഫോണിലും ക്യാമറയിലും. ഇന്നലെ നമ്മളിവിടെ ട്രക്കിൽ ബേരെ കിടന്നു തുടങ്ങിയതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി അടുത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രത്തോളം വീഡിയോസ് എടുക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ മാക്സിമം നോക്കാം. ഫോണിലും ഇതിലൊക്കെ ആയിട്ട് അത്യാവശ്യം എടുക്കാം. ഓക്കെ, നല്ല ആൾക്കാർ കേട്ടോ അവർ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു അത് കിട്ടുമെന്ന്. കാരണം നമ്മളത്രയും നിങ്ങൾ കണ്ടില്ല, സബ് സ്റ്റേഷനിൽ പോയി നമ്മളവിടെ ചോദിച്ചു, അവർ നമുക്ക് സ്ഥലം തന്നില്ല. നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവിടെ നമ്മൾ ചോദിച്ചപ്പോഴാണ് അവർ നമ്മൾ സമ്മതിക്കുന്നത്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അവർക്ക് നോമ്പാണ്, എന്നിട്ട് പോലും അവർ രാവിലെ എനിക്ക് ഫുഡ് തന്നു. തലേദിവസം രാത്രി കിടക്കാൻ സ്ഥലം തന്നു, ഭക്ഷണം തന്നു, എല്ലാം തന്നാണ്ടില്ല നിങ്ങൾ. എന്ത് ആൾക്കാരാണ് പറയുക, എന്ത് സ്നേഹം അവർക്കൊക്കെ. അടിപൊളി മനുഷ്യന്മാർ. അവരുടെ ലോകം അതാ. പഞ്ചറൊട്ടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ ആവുന്നു, അതേ പണി ചെയ്യുന്നു. പ്രവാസികളെപ്പോലെ തന്നെ എല്ലാവരും. നമ്മൾ മലയാളികൾ പ്രവാസികളെപ്പോലെ തന്നെയാണ് അവരിവിടെ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അല്ലേ. എന്തായാലും അടിപൊളി. ദൈവം അനുഗ്രഹിച്ച് ഇനി മുമ്പോട്ട് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്കൊരു താൽക്കാലിക ആശ്വാസം എന്നുള്ള രീതിയിലൊരു സംഭവം കിട്ടിയതാ. ഫ്ലൈ ഓവർ. ഈ ഒരു ഫ്ലൈ ഓവറാണ്. 20 കിലോമീറ്ററിൽ ഈ ഒറ്റ ഫ്ലൈ ഓവറേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. അതുവരെ ഒരു തുള്ളി തണലില്ലാത്ത സ്ഥലം. ഇനി വരാൻ കിടക്കുന്ന അങ്ങനെയാണ് കേട്ടോ. ലൈഫിൽ ഞാൻ ഈ ഒരു യാത്ര മറക്കൽ ഒരിക്കലും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് നമ്മളിനി മുമ്പോട്ട് പോകും. നമുക്ക് ഇനി ഏകദേശം 20 കിലോമീറ്റർ കവർ ചെയ്യാണ്ട്. നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീർത്താൽ മതി, മെല്ലെ അങ്ങോട്ട് എത്തിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഈ നട്ടച്ചൂടത്ത് നമ്മൾ നടക്കണ്ടല്ലോ, അതുകൊണ്ടാണ് റെസ്റ്റ് എടുക്കുന്നത്. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിന് പോലീസ് വണ്ടിയൊന്നും വരുന്നില്ല. പോലീസ് വണ്ടി അതിനെ കണ്ടാൽ ചോദിക്കും എന്താ ഇട്ടിരിക്കുന്നതെന്ന്. ആരും കണ്ടില്ല. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ദുബായിലുള്ളതും ഷാർജയിലുള്ളതും നാട്ടിലുള്ളവരായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മെസ്സേജ് അയക്കുന്നതിനൊക്കെ. ഒരുപാട് പേര് ഫ്രൂട്ട്സ് വേണോ, എനിക്ക് കുട വേണ്ടേ, കുടയെ കൊണ്ടുതരാം. അതേപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഫ്രൂട്ട്സ് കൊണ്ടുതരാം, കുട കൊണ്ടുതരാം, സൺഗ്ലാസ് കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുട ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഒപ്പിക്കും. കാരണം ഇനി നമുക്ക് കുടയില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തായാലും എൻ്റെ ഹെൽത്തിനൊന്നും കുഴപ്പമില്ല. ഇതുവരെ കാലൊക്കെ ഓക്കെയാണ്. കാലിലെ കണ്ണൊക്കെ അവിടെ ചെറിയൊരു വേദനയുണ്ട്. നമ്മൾ നടക്കുന്നതിൻ്റെയാണ്. പിന്നെ ഇടയ്ക്ക് ചവിട്ടുമ്പോൾ ഇങ്ങനെ മടങ്ങും കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ. അതിൻ്റെ വേദന മാത്രമേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. ഞാൻ ഓക്കെ. ഗായ്സ്, ഇത് സമയം നോക്കിയേ 4:43 കേട്ടോ. നമ്മളിവിടെ ഇരിക്കുകയായിരുന്നു കുറച്ച് നേരം. അടുപ്പിച്ച് ഇങ്ങനെ കാലിൽ നടന്നിട്ട് കയറും. വേറെ എവിടെ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. നടന്നിട്ട് കാലിൽ നല്ലൊരു അടിയിൽ തഴമ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിയെടുത്ത് ചെറിയൊരു വേദന. അപ്പോൾ ഇവിടെ ഈ ട്രക്ക് റെസ്റ്റ് ഏരിയ അല്ല, ട്രക്ക് ഹെവി വെഹിക്കിൾ നിർത്തുന്ന സ്ഥലമുണ്ട്, അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് 15 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ 4:45 ഉള്ളൂ. നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പമ്പ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. മെല്ലെ ഞാൻ പോകുന്നുള്ളൂ.
മനുഷ്യൻ പോലും ഏരിയൊന്നുമില്ല, മരുഭൂമിയാണ് അറിയാം. പക്ഷെ എന്നാലും ഒരു വർക്കേഴ്സോ ഒരു പണിക്കാരോ അങ്ങനെ ഒന്നും ഈ സ്ഥലത്തെ ആരും ഇല്ല കേട്ടോ. ആകെ നമുക്കുള്ള ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ നിന്ന പോലത്തെ ട്രക്കൊക്കെ നിർത്തിയിടുന്ന അവരുടെ അടുത്തുള്ള ഹെൽപ്പ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നിൽക്കുന്ന പമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാളെ എവിടെ പമ്പ് എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന അൽബേദ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അൽബേദ് എന്ന് പറഞ്ഞിട്ട് അബുദാബി സൗദി ഹൈവേയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു പമ്പുള്ളത് കേട്ടോ. ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അവനെ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും സ്റ്റേ. അപ്പോൾ ചിലപ്പോൾ നാളെ ഞാൻ റെസ്റ്റ് എടുക്കും. കാരണം ഒരു ടെൻറ്റ് എവിടെയെങ്കിലും ഒപ്പിക്കണം. എൻ്റെ ടെൻറ്റ് ഞാൻ ഫ്രണ്ടിൻ്റെ റൂമിൽ വെച്ചിരിക്കും ദുബായിൽ. കാരണം ആവശ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ആവശ്യം വന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നമുക്ക് ടെൻറ്റ് നിർബന്ധമാണ്. അപ്പോൾ അത് എവിടെ ടെൻറ്റ് എവിടെയെങ്കിലും ഒപ്പിക്കണം. അർജൻറ്റാണ്. കാരണം ഈ ടെൻറ്റിൽ നമുക്ക് എവിടെ സ്റ്റേ ഇട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ മണൽക്കാറ്റിൻ്റെ ഇടയ്ക്ക് നിൽക്കേണ്ടി വരും. ടെൻറ്റാണെങ്കിൽ നമുക്ക് സുഖം എവിടെയെങ്കിലും അടിച്ച് നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ, ആ ആശ്വാസമെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതൊന്നും നോക്കാം. എന്തായാലും ടെൻറ്റ് എവിടെയെങ്കിലും ഒപ്പിക്കണം. ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് വഴിയുണ്ട് നോക്കാം. നമുക്ക് എന്തായാലും നോക്കാം. ഇതാ ഫുള്ള് നല്ല ബ്ലൂ സ്കൈ ആണ്, നല്ല രസമുണ്ട്. ഫുള്ള് ഇങ്ങനെ ചെമ്മിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ അപ്പുറ സൈഡിൽ നടക്കാറുണ്ടെന്നറിയോ, ഭയങ്കര കാറ്റ്. ഒന്നാമത് ഈ കാറ്റിൻ്റെ കൂടെ വണ്ടി 140 പോകുന്ന കാറ്റ് കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മളിങ്ങനെ തെറിപ്പിച്ച് കൊണ്ടുപോവുക, അത്രയും പവറുള്ള കാറ്റിങ്ങനെ അടിക്കുന്ന മുഖത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ നടക്കുന്നത്. ഇവിടെ വലിയ കുഴപ്പമില്ല. പക്ഷേ നിയമപ്രകാരം നമ്മൾ ആ സൈഡിൽ നടക്കണേ. ഞാൻ കുറച്ചുകൂടെ മുന്നിട്ടാണ് നടക്കാറുണ്ട്. നടന്നു വരുന്ന വഴിക്ക് ഒരു ലോറിക്കാരൻ ചേട്ടനെ കണ്ടതാണ് കേട്ടോ. നമ്മളതിൽ നടന്നു പോകുമായിരുന്നു, അത് നമ്മുടെ റോഡ്. അതിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പുള്ളി നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് ഇവിടെ ഇരുത്തിയതാണ്. ചായയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. अब खाओ ना, आम पिएगा आप, पहले ये फ्रूट खलास करो. ഓക്കെ. അയ്യോ എൻ്റെ മധുരമൊക്കെ ചേട്ടൻ നല്ലോണം കറക്റ്റായിട്ട് അറിയാം. अब मुस्लिम है ना? नहीं क्रिश्चियन. अच्छा केरला में तो मुस्लिम भी बहुत है. मुस्लिम बहुत है, मतलब मलप्पुरम में बहुत है. हाँ चलो हमारा अरबाब भी केरला का क्रिश्चियन है. हाँ केरला का. दुबई वाला नाम क्या है उसका? रामास्वामी. रामास्वामी. जो ट्रांसपोर्ट का मालिक है ना, उसका नाम रामास्वामी. ट्रांसपोर्ट का और कंपनी का. हाँ. नंबर है आपका पास? हाँ है. लगा मेरा. मैं बिजनेस को मैं इनको इंश्योरेंस दे रहा, इंश्योरेंस. आप नंबर को मैं कॉल करेगा, आप नंबर दे को मैं नहीं बताएगा. मैं इधर से सिविल कॉल करेगा, सर मेरे को एक मीटिंग चाहिए, ऐसा कॉल करेगा. ഇപ്പോൾ ഓറഞ്ചൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാം നമ്മൾ കഴിക്കണം, ഇല്ലേ ശരിയാവില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പോകും. ചേട്ടൻ രാത്രി പോകുന്നുള്ളൂ. ചേട്ടൻ ഖത്തറിലേക്ക് പോകുന്നതാണ്. ചേട്ടനോട് ഞാൻ ചോദിക്കുമായിരുന്നു, നമുക്ക് വരാൻ പറ്റുമോ ഖത്തറിലേക്ക്, അല്ലെങ്കിൽ കുവൈറ്റിലേക്ക് 4 ദിവസം കൊണ്ട് വരാൻ പറ്റുമോ, നമുക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും നമ്പർ വാങ്ങിയിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോകാമല്ലോ ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അങ്ങനെ പെർമിറ്റഡ് അല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കുവൈറ്റ് പോയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ രാത്രി പമ്പിൽ വന്നതാണ്. ഇന്നൊരു ദിവസം റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റ് ദിവസത്തെ വീഡിയോ ആണ് ഈ കാണുന്നത്. നമ്മൾ നോമ്പ് തുറക്കുന്ന വീഡിയോ ആണ്. നോമ്പ് തുറക്ക് ക്ഷണിച്ചെന്നെ എല്ലാവരും കൂടെ. അപ്പോൾ എല്ലാവരും മലയാളീസാണ്, എല്ലാവരും നല്ല കമ്പനിയാണ്, എല്ലാവരും പാവങ്ങളാണ്. എല്ലാവരും എന്നെ ഒത്തിരി കെയർ ചെയ്തു, കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു, ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതേപോലെ തന്നെ എന്താ പറയുക, കൂടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കാര്യത്തിലും. അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം ഇവിടെ റെസ്റ്റ് എടുത്ത് നമ്മൾ നാളെ രാവിലെയാണ് പോവുക. അപ്പം ഫുഡും കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. മൊത്തത്തിൽ അടിപൊളി ഒരു ദിവസമായിരുന്നു എനിക്ക്. അപ്പോൾ നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകും. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ തൊട്ടുള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇന്നലത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് അബു അൽബേദ് എന്ന് പറഞ്ഞ നമ്മുടെ പെട്രോൾ പമ്പിൽ നിന്ന് ആഷിഖ് ബ്രോയോടൊക്കെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ നിന്ന് എല്ലാവരും നമ്മളെ സ്നേഹിച്ച പെട്രോൾ പമ്പ് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഇവിടെ 7:52 ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 7:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. നമ്മളിനി പോകാനുള്ളത് ഇന്ന് താരിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് 25 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിൽക്കണം, അതുകൊണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യണം കുറച്ചുകൂടെ നടക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇതുണ്ടോ, ട്രക്ക് നിർത്തിയിടുന്ന സ്ഥലത്താണ്. ഇതെന്ന് പറഞ്ഞാൽ സൗദി അബുദാബി ഹൈവേ ആയതുകൊണ്ട് ഈ ലാസ്റ്റിലേക്ക് എത്തി, ബോർഡറിലേക്ക്. അപ്പോൾ ഒരുപാട് ട്രക്കുകൾ അവിടെ ജാമായി വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടും ഇവിടെ ഹോട്ടൽസൊക്കെ ഉള്ളതുകൊണ്ടും എല്ലാവരും ഇവിടെ ട്രക്ക് നിർത്തിയിടും, ഫുഡെല്ലാം കഴിക്കും, എന്നിട്ട് ആണ് എല്ലാവരും മുമ്പോട്ട് പോവുക. ഒത്തിരി ട്രക്കുകളുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ട്രക്ക് നിർത്തിയിടുന്ന സ്ഥലങ്ങളാണ്.
അപ്പോൾ ഇവിടെ ട്രക്കൊക്കെ നിർത്തിയിട്ട് ഒരു പാചകമൊക്കെ ചെയ്ത് ഒരു ദിവസം റെസ്റ്റൊക്കെ എടുത്ത് ലോങ് ഡ്രൈവ് പോകുന്നവരല്ലേ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, GCC ഫുൾ ഡ്രൈവ് പോകുന്ന വലിയ വലിയ വാഹനങ്ങളാണ്. അപ്പോൾ അവരെങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് അവർ എന്ത് ചെയ്യുക, പോവുക. പഞ്ചാബികളും പാകിസ്ഥാനികളും എല്ലാ നാട്ടുകാരും ഉണ്ടാവും ഇവിടെ. ഇവിടെ നോമ്പുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം ഫുഡ്. ഇത് നമ്മളങ്ങനെ നമ്മൾ നിന്ന് പെട്രോൾ പമ്പിന് കുറച്ച് മുമ്പോട്ട് വന്നൊരു ട്രക്ക് നിർത്തുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ കഴിക്കുകയാണ്, ഫുഡ് കഴിക്കാനുണ്ട്. നല്ല പൊറോട്ട ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. രാവിലെ തന്നെ ചിക്കൻ കറി കഴിക്കണമെന്ന് ചോദിച്ചു, പിന്നെ ഒരാഗ്രഹം അതുകൊണ്ട് വാങ്ങിയതാണ്. ഫ്രഷ് മിൽക്ക്. അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മെല്ലെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. പുറത്ത് നല്ല കാർമേഘമാണ്, ഒന്നും വലിയ വെയിലില്ല. വരുമായിരിക്കും ഉച്ചയാകുമ്പോഴത്തേക്കും, പക്ഷെ നമുക്കിപ്പോൾ ഒരു സമാധാനമുണ്ട്, കാരണം വലിയ വെയിൽ രാവിലെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ കാലിൽ ഒരു ബാൻഡേഡ് വാങ്ങി കിട്ടി, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. വേനൊക്കെ പോയി ഉഷാറായി. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് നടക്കണം. അപ്പം നല്ല പൊറോട്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒത്തിരി ജോലിക്കാരുണ്ട് ഇവിടെ, വണ്ടി സൈഡാക്കി നിർത്തി കഴിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്, ആൾക്കാരില്ല, പാവങ്ങളാണ്. അത് നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് മെല്ലെ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ രാവിലെ 7:30 ആയപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. സ്ട്രെയിറ്റ് റോഡാണ്, ഓടിയായിരുന്നു, നല്ല സുഖമായിരുന്നു. ചെറിയ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ 7:30 തൊട്ടിട്ട് 11:30 ആയിട്ട്, ഇപ്പോൾ സമയം 11:30 വരെ 13 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടുണ്ട്. 13.8 കിലോമീറ്റർ. ഇപ്പോൾ 11:30 മണിയായി. നമ്മളിതാ ഇപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ട്രക്ക് നിർത്തിയിടുന്നതും അവർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നൊക്കെ ഒരു സ്ഥലമാണ്. ടയറൊക്കെ കാറ്റൊക്കെ അടിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞാൻ ഇരിക്കുകയാണ്. അത് നല്ല രസമുണ്ട് കേട്ടോ, ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം. ബാഗിലേക്കുള്ള മരുഭൂമിയാണ്, നല്ല സുഖം ഇരിക്കാൻ. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് അധികം കിട്ടത്തില്ല. നമ്മുടെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഇന്നലെ മിനിഞ്ഞാന്തൊക്കെ റോഡ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളെങ്കിലും ഉണ്ട്. സൈഡിൽ കുറച്ച് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. കാരണം ആൾ താമസമുള്ള ഏരിയകളാണല്ലോ, അതുകൊണ്ട് കുറച്ച് മരങ്ങളൊക്കെ നട്ടിട്ട് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാലിയാവുന്ന സമയത്ത് പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല. കാലിൽ നിങ്ങൾക്ക് ഇതായെന്ന് പറഞ്ഞില്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്തു, ഒരു ബാൻഡ് വാങ്ങി കെട്ടി. അപ്പം നമ്മുടെ കുമിളയുടെ ആ പ്രശ്നമൊക്കെ പോയി. എന്തായാലും വേദനയൊന്നും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ വിങ്ങുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നാലേ ഉള്ളൂ. വേണമെങ്കിൽ കുറച്ച് നേരം നമുക്ക് അഴിച്ചിടാം, കാറ്റ് കൊണ്ടോട്ടെ. എന്താ ഇത് ബാൻഡ് ഇപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പോകും. അപ്പോൾ ഇന്ന് നമുക്ക് മിർഫ എത്താൻ പറ്റില്ല. ഇനി മിർഫയിലേക്ക് ഇവിടെ നിന്ന് 38 കിലോമീറ്റർ ഉണ്ട്. അതെനിക്കിന്ന് പോസിബിൾ ആണെന്ന് അറിയത്തില്ല. ഞാൻ ട്രൈ ചെയ്യും, രാത്രി വരെ ഞാൻ നടക്കും. അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം അല്ലേ. അപ്പം നോക്കാം നമുക്ക് എന്തായാലും നടക്കുമോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് അഡ്നോക്കിൻ്റെ പമ്പ് വരുന്നത്. അഡ്നോക്കിൻ്റെ പമ്പിൽ നമുക്ക് നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 38 കിലോമീറ്ററാണ് ഇവിടുന്ന് അഡ്നോക്കിൻ്റെ പമ്പിലേക്കുള്ളത്. നോക്കാം, രാത്രി നമുക്ക് നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നടക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ താരിഫ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എക്സിറ്റിലേക്ക് പോകേണ്ടത് കേട്ടോ. ശരിക്കും നമ്മൾ താരിഫ് കടന്ന് പോകാൻ പറ്റും നമുക്ക്, വെറുതെ നമ്മൾ താരിഫ് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ നമുക്ക് എന്തായാലും നടക്കാം. വൈകുന്നേരം എവിടെ എത്തുന്നോ നമുക്ക് അവിടെ നിൽക്കാം. ടെൻറ്റ് എന്തായാലും ഫ്രണ്ട് കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ആ ടെൻഷനില്ല. അപ്പം നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് തന്നെ പോവാം. ഇവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലിൽ മറ്റേ ബാൻഡേഡ് ഇട്ടിപ്പോൾ നല്ല സുഖം, ഒരു പ്രശ്നമില്ല. കാലിൽ വേദനയിലൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട്. നല്ല പഞ്ഞി ചവിട്ടുന്ന പോലെ ഉണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ടെൻറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, നാട്ടിലുള്ളതാണ്, അലൻ എന്നാ പേര്. അപ്പോൾ അവനിങ്ങനെ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രോ എൻ്റെ ടെൻറ്റ് ദുബായിലാണുള്ളത്, എനിക്കൊരു ടെൻറ്റ് വേണം, എവിടെയെങ്കിലും ഒപ്പിക്കാൻ പറ്റും, ലുലു ഒന്നും അടുത്തില്ല ഇവിടെ. അപ്പോൾ അവൻ പറഞ്ഞു, ബ്രോ അവിടെ ലുലു ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് ഒപ്പിക്കാൻ ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞിട്ട് അവൻ മേടിച്ച് ടെൻറ്റ് കൊണ്ട് വരുന്നുണ്ട്. അപ്പം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ടെൻറ്റ് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ടെൻറ്റിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി അങ്ങോട്ട് ടെൻറ്റ് ആവശ്യമാണ്. എവിടെയെങ്കിലും അത്യാവശ്യം കിടക്കേണ്ടി വന്നാൽ ഇരിക്കേണ്ടി വന്നാലൊക്കെ നമുക്ക് ടെൻറ്റ് വേണമല്ലോ. അപ്പം ടെൻറ്റ് നല്ലതാണ്, ടെൻറ്റ് നമുക്ക് ഇന്ന് കിട്ടും. ടെൻറ്റിൻ്റെ കാര്യം കൂടി നമ്മൾ സഹിക്കണം, ഒരു 1.5 കിലോ ടെൻറ്റ് ഉണ്ടാവും, അത് കുഴപ്പമില്ല. എന്തായാലും ടെൻറ്റ് കിട്ടിയില്ല, ഭാഗ്യം തന്നെ. ഗൈസ്, നമ്മളിന്ന് രാവിലെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം ക്ലൗഡി ആയിട്ട്, ഇന്ന് ഫുള്ള് മഴയാണ്.
അപ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് നിങ്ങളോട് അലൻ്റെ കാര്യം ടെൻ്റ് ഒക്കെ സെറ്റാക്കാൻ പറഞ്ഞാൽ അവൻ വന്നിട്ടുണ്ട്. അലൻ, ഇതാണ് അലൻ. ഞങ്ങൾ സ്കൂളിൽ ജൂനിയർ ആയിരുന്നു. അപ്പം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. ഇത് ബ്രോയുടെ പേര് പറഞ്ഞ ബ്രോ? ഷെഫീഖ്. ഇവിടെ രണ്ടുപേരും ഒരു കമ്പനി വർക്ക് ചെയ്യാം അല്ലേ? അതായത് ഗ്രോസറി അല്ലേ, ഫുഡ് സ്റ്റഫ് സപ്ലൈ ആണ്. അപ്പോൾ ഇവരോട് ഞാൻ ഇന്നലെ പറഞ്ഞു ടെൻ്റ് ഒപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ വിഷമം ടെൻ്റൊക്കെ വാങ്ങിയിട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നതും കാര്യങ്ങൾ സെറ്റാക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ബ്രോ. താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാൻ എന്തായാലും ടെൻറ്റിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ടെൻറ്റ് കിട്ടി, ഇനിയിപ്പോൾ ഒരു കുടയും കൂടെ ഒപ്പിച്ചാൽ മതി, അതും സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ന് രാത്രി നമുക്ക് ലൊക്കേഷനിൽ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും വൺസ് മോർ താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച്. ഗൈസ്, നമ്മളങ്ങനെ ഓൺ ദ വേയിലാണ്. സമയം എന്താ ഇപ്പം 4:45 4:45. നമ്മളിത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അതാ മുകളിൽ കൂടെ വണ്ടി പോകുന്നു. കാരണം ഈ ഒരു മരം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് ഇനി ഒന്നും ഇരിക്കാൻ കാണുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്താൽ. ശരിക്കും നമുക്കിനി കുറച്ച് കിലോമീറ്ററുകളോട് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി വരെ നടക്കാൻ എനിക്ക് ക്ഷീണമൊന്നുമില്ല. അങ്ങനെ കാലിലിട്ട് ഞാൻ എല്ലാം അങ്ങനെ നടന്നു പോകുമായിരുന്നു. പോസിബിൾ ആണെങ്കിൽ നമ്മൾ ഓക്കെ അവിടെ എത്തും, നോ പ്രോബ്ലം. പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചിട്ട് കിടക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട്സ് ആ വഴി പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു രാത്രി റിട്ടേൺ വരുമ്പോൾ എനിക്ക് ഫുഡ് വേണമെങ്കിൽ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് അതും ടെൻഷനില്ല. പവർ ബാങ്കിൽ അത്യാവശ്യം ചാർജും ഉണ്ട്. പിന്നെ നോക്കാം നമുക്ക് എവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമോ, ട്രക്ക് ഏരിയ കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മിർഫ വരെ രാത്രി ആയാലും നമ്മൾ എത്തും. ഓക്കെ, നാളെ നമുക്ക് ഇത്തിരി ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു. പോകണേ നല്ല പയ്യന്മാരായിട്ട് അവർ വന്ന് എനിക്ക് ടെൻറ്റെല്ലാം തന്നു. ഒത്തിരി ആശ്വാസമായി. കാരണം ഞാൻ വാങ്ങിയ ടെൻറ്റ് ഭയങ്കര കനമായിരുന്നു. അത് മാത്രമല്ല അത് ദുബായിലുള്ളത്, അതും കൂടെ എത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേറെ ഒരെണ്ണം വാങ്ങിപ്പിച്ചതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് അലൻ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത്. ഞങ്ങൾ ജൂനിയറായിട്ട് പഠിച്ചാണ്. എൻ്റെ നാട്ടുകാരനാണ്. ഇവിടെ അബുദാബിയിലുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോരുത്തർ കണ്ടുമുട്ടുന്നത് കേട്ടോ. ഒരു ഹെൽപ്പായി എന്തായാലും എനിക്ക്. താങ്ക് യു സോ മച്ച് ബ്രോ. അതേപോലെ തന്നെ ഷെഫീഖ് ബ്രോനോട് 2-3 ദിവസമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഷെഫീഖ് ബ്രോ ആണെങ്കിലും വണ്ടിയിൽ പോകുന്ന തിരക്കിലൊക്കെയാണ്, എന്നാലും എന്നെ കാണാനും സംസാരിക്കാനൊക്കെ വന്നു. സോ ഹാപ്പി എന്തായാലും. അപ്പോൾ ഇതാ മരുഭൂമി വീണ്ടും. മരം ഇതാ, ഈ മരത്തിന് പക്ഷേ വെള്ളമൊന്നും ഇപ്പോൾ പൈപ്പൊന്നും കാണുന്നില്ല. ഇവരൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യുന്ന ഈ മരമൊക്കെ നോക്കി. നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഏകദേശം 30 കിലോമീറ്ററായി ഇപ്പോൾ വരെ കവർ ചെയ്തിരിക്കുന്നത്. ആ സൈഡ് കണ്ടോ നിങ്ങൾ, ആ കാണുന്നൊക്കെ ബീച്ച് സൈഡാണ് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല നീല നിറത്തിൽ കിടക്കുന്നതാണ്, ബീച്ചാണ്. മാപ്പിൽ നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഏരിയയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആരുമില്ല. കാറും ട്രക്കൊക്കെ പോകുന്നുണ്ടെന്നല്ലാതെ ഒരു പൊടിക്കുഞ്ഞ് പോലും ഇല്ലാത്ത മരുഭൂമിയാണ് ഉണ്ടോ. വണ്ടികളെല്ലാവരും നിർത്തുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ നിന്ന് വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ലോറിക്കാരൊക്കെ അതേപോലെ തന്നെ ഫാമിലി ആയിട്ട് പോകുന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നമ്മുടെ വീഡിയോ 2 വീഡിയോ ഇട്ടതിൽ ഒരു വീഡിയോ ഒരു 7 ലക്ഷം പേരും ഒരു വീഡിയോ ഒരു 15 ലക്ഷം പേരും കണ്ടായിരുന്നു. പിന്നെ മൊത്തം എല്ലാ പേജിലും കൂടെ ആയിട്ട് നല്ലൊരു വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് നമ്മളെ മീറ്റ് ചെയ്യുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഹോൺ അടിച്ച് കാണിക്കുന്നുണ്ട്, ലൈറ്റ് അടിച്ച് കാണിക്കുന്നുണ്ട്, കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. കുറേ പേർക്കൊന്നും നിർത്താൻ പറ്റില്ല. 150 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിർത്താൻ പറ്റുന്നില്ല. പറ്റുന്നവരൊക്കെ നിർത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരുപാട് ഹാപ്പിയിൽ കിട്ടുന്നൊരു കാര്യമല്ലേ അല്ലേ. ഇതാ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അപ്പുറ സൈഡിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരും ഓരോരുത്തരും. ഇതിന് അടുക്കൂടെ എവിടെയെങ്കിലും താന്നു പോകില്ല. ഇല്ലല്ലേ, താന്നു പോലായിരിക്കും. നല്ല ഉറച്ചെടുക്കുന്ന സ്ഥലമായിരിക്കും. ഇപ്പോൾ സമയം 6:38 നമ്മളിതാ ഇങ്ങനെ നടന്നു പോയിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ വിളിച്ച് നമ്മളെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ജ്യൂസും കടികളൊക്കെ. നമ്മളിന്ന് ഏകദേശം 35 കിലോമീറ്റർ ഇപ്പം തന്നെ നടന്നിട്ടുണ്ട്. 6:30 നമുക്കിനി ഇവിടുന്ന് കുറച്ചുകൂടെ കൂടെ പോകാനുണ്ട്. അപ്പം ഭക്ഷണമൊന്നും കഴിക്കാൻ കിട്ടുന്ന നല്ല വിശക്കുന്ന സമയത്താണ് ഇത് ചേട്ടൻ വിളിക്കുന്നത്. അപ്പം നാം യാസിർ. पाकिस्तान से? पाकिस्तान से। किधर पाकिस्तान? पाकिस्तान लाहौर से। लाहौर से। कितना साल हो गया यूएई में? मेरे को 10 साल हो गए। अच्छा, ഡ്രൈവിംഗ്. अच्छा. അപ്പം ലാഹോറിൽ നിന്നാണ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇതൊക്കെ തന്നു. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പോവും. അപ്പം താങ്ക് യു സോ മച്ച് ഭയ്യ. അപ്പം എന്തായാലും നമുക്ക് ഓരോ പാർക്കിങ്ങിലും ഓരോരുത്തരും ഇങ്ങനെ കിട്ടും എപ്പോഴെങ്കിലുമൊക്കെ. കറക്റ്റ് ഈ ടൈം എത്തുമ്പോൾ ഒരു പാർക്കിംഗ് എന്തായാലും വന്നിരിക്കും എന്തായാലും. അപ്പോൾ ഞാൻ ഗൈസ് ഇടുന്നത് കഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ബാക്കി പമ്പിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ.